അപ്പോൾ 4 പില്ലേഴ്സ് ഓഫ് TFI എന്നറിയപ്പെടുന്ന 4 പേരിൽ ഒരാളുടെ മകൻ. പക്ഷെ എൻ്റെ ഒരു ഗസ് ശരിയാണെങ്കിൽ ഇദ്ദേഹത്തെ നമ്മളിൽ പലരും ആദ്യമായി കാണുന്നത് ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് തമന്നയുടെ പേരിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു ഡബ്ഡ് സിനിമ മലയാളത്തിൽ പുറത്തിറങ്ങിയിരുന്നു. ആര്യ 1, ആര്യ 2 എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത സുകുമാർ എന്ന ഡയറക്ടറുടെ പേരിലും ആ ഒരു സിനിമ ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് നായകന്റെ പേര് ആരും എടുത്തു പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ തെലുങ്കിലെ കഴിഞ്ഞ ജനറേഷനിലെ ഒരു ലെജൻഡിന്റെ മകനാണ് ഇദ്ദേഹം എന്നൊന്നും അറിയാതെ ആദ്യമായി ആളെ നമ്മൾ കണ്ടത് ഈ ഒരു സിനിമയിലൂടെയായിരിക്കും. ഒരു ബുജിയായ ഇദ്ദേഹത്തെ വഴിതെറ്റിക്കാൻ തമന്ന ചില ശ്രമങ്ങൾ നടത്തുന്ന ഈ സിനിമയിൽ ഒരു പാട്ട് അക്കാലത്ത് ടിവിയിൽ സ്ഥിരമായി വരാറുണ്ടായിരുന്നു. എനിവേസ്, ആ സിനിമ അദ്ദേഹത്തിന്റെ കരിയറിലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ചിത്രമായിരുന്നു. ആൻഡ് 2009 ഇറങ്ങിയ ഇദ്ദേഹം ഇതിനോടകം 25 മേലെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിരഞ്ജീവിയുടെ മകനെ പോലെയോ സൂപ്പർ സ്റ്റാർ കൃഷ്ണയുടെ മകനെ പോലെയോ അല്ലെങ്കിൽ സീനിയർ NTRന്റെ കൊച്ചുമകനെ പോലെയോ ഒരു ടയർ 1 എൻട്രി ഇദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ എനിക്കതിനുള്ള ഒരു കാരണമായി തോന്നുന്നത് പൊതുവെ മാസ് കഥാപാത്രങ്ങൾ ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയുന്ന ആക്ടേഴ്സിനെ മാത്രമേ തെലുഗു പ്രേക്ഷകർ ടോപ്പ് ടയർ ആക്ടേഴ്സായി കൊണ്ടാടുകയുള്ളൂ. എന്നാൽ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആൾക്കുള്ളത് ഒരു ചോക്ലേറ്റ് ലുക്കാണ്. ഇടയ്ക്ക് ചില മാസ് പടങ്ങൾ അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അവയൊന്നും അവിടെ വൻ വിജയമായി മാറിയില്ല. സോ മൊത്തത്തിലുള്ള ആ ഒരു മാസ് അപ്പീലിന്റെ കുറവ് ഇദ്ദേഹത്തെ ഒരു ടയർ 1 ഹീറോ ആയി മാറുന്നതിൽ നിന്നും അകറ്റി നിർത്തുന്നു. നമുക്കറിയാവുന്ന പല പടങ്ങളുടെയും തെലുഗു റീമേക്കിൽ ഇദ്ദേഹം നായകനായി എത്തിയിട്ടുണ്ട്. വിണ്ണൈ താണ്ടി വരുവായ, വേട്ടൈ, പ്രേമം, അച്ചം 80, മടമയ്യട എന്നീ തമിഴ് മലയാളം ചിത്രങ്ങളുടെ തെലുഗു പതിപ്പിൽ ഇദ്ദേഹമായിരുന്നു നായകൻ. ഇക്കൂട്ടത്തിൽ വേട്ടൈ എന്ന ആര്യ മാധവൻ ചിത്രത്തിന്റെ തെലുഗു റീമേക്കായ തടാക്ക എന്ന സിനിമ ഞാൻ യൂട്യൂബിൽ കണ്ടു നോക്കിയിട്ടുണ്ട്. മാധവന്റെ റോളിൽ വന്നത് സുനിൽ, ആര്യയുടെ റോളിൽ വന്നത് ഇദ്ദേഹം. സംഗതി ഇദ്ദേഹം അത് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ആര്യയിൽ കണ്ട ആ ഒരു പഞ്ച് ഇദ്ദേഹത്തിൽ മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ നെപ്പോ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രം തെലുഗു പ്രേക്ഷകർ വെച്ച് കൊണ്ടാടില്ല എന്നതിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഇദ്ദേഹവും. എനിവേസ്, ഇന്നലെ ഇദ്ദേഹത്തിന്റെ പുതിയൊരു പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. സംഗതി കണ്ടിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയാണ് തോന്നിയത്. സോ ആ പടത്തിലൂടെ ഇദ്ദേഹത്തിന് വലിയൊരു വിജയം കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.